ന്യൂ ഇയർ. നമുക്ക് ആ സന്തോഷ വാർത്ത ഒരിക്കൽ കൂടി ഒന്ന് പങ്കുവയ്ക്കാം. ബംഗളൂരുവിൽ നിന്ന് കണ്ടെത്തിയ മലയാളി സൈനികൻ വിഷ്ണുവിനെ ഇന്ന് കോഴിക്കോട് എത്തിക്കും. കോഴിക്കോട് ഹാജരാക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. സാമ്പത്തിക ബാധ്യത മൂലം മാറി നിന്നുവെന്നാണ് വിഷ്ണുവിന്റെ മൊഴി. സിനോജ് തോമസ് ചേരുന്നുണ്ട്. വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നാണ്. സിനോജ് തോമസ്, വളരെ സന്തോഷമായിരിക്കും വീട്ടുകാർക്ക്. കഴിഞ്ഞ 17-ാം തീയതി മുതൽ ടെൻഷൻ അടിച്ചിരുന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് കളഞ്ഞു പോയിട്ട് തിരിഞ്ഞു കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കുമല്ലോ വിഷ്ണുവിന്റെ വീട്ടിലുണ്ടാവുക, അല്ലേ സിനോജ്? ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. രഘുമാർ, ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അതായത് ഇത്ര വലിയൊരു സന്തോഷം നിറഞ്ഞൊരു പുതുവർഷം വിഷ്ണുവിൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിരിക്കാൻ സാധ്യത കുറവാണ്. അച്ഛാ, അതിൽ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. വിഷ്ണുവായിട്ട് സംസാരിക്കാൻ പറ്റുമോ? വിഷ്ണുവായിട്ട് ഇന്ന് രാത്രി ഇവിടുന്ന് പോയ പോലീസ് സംഘത്തിലുള്ള CSR എന്നെ വിളിച്ച് അപ്പോൾ തന്നെ വിഷ്ണുവിന് ഫോൺ കൊടുത്തു, എന്നോട് സംസാരിച്ചു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അത്യാവശ്യം ഹാപ്പി ആയിട്ടാണ് സംസാരിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ടെന്ന് ഇപ്പോൾ അവൻ പറഞ്ഞ ശേഷമാണ് അറിയുന്നത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും അവനോട് ഡിസ്കസ് ചെയ്യുന്നതാണ്. എപ്പോഴും നിരന്തരം വിളിക്കാറുമുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ അവൻ ഇതുവരെ സൂചന നൽകിയില്ല. ഇപ്പം ഇന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ അറിയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കുന്ന വിഷയമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. തീർച്ചയായും പരിഹരിക്കാനുള്ളൂ. ഇപ്പം നല്ല ഹാപ്പിയാണ്. ന്യൂ ഇയറിൽ തന്നെ ഒരു പോസിറ്റീവ് വാർത്ത കിട്ടിയിരിക്കുന്നു. വാർത്ത കിട്ടി, നല്ലൊരു വാർത്ത. അമ്മയുണ്ട് കൂടുതൽ. അമ്മ, ഹാപ്പി ന്യൂ ഇയർ. മോനോട് സംസാരിച്ചോ? മോനോട് സംസാരിച്ച് സന്തോഷം. മോനെ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത്. സംസാരിച്ചിട്ടേ ഉള്ളൂ. 2025 നല്ലൊരു ഹാപ്പി ന്യൂസ്. എല്ലാവർക്കും, CSRനും എല്ലാവർക്കും, ഹെൽത്ത് പോലീസ് എല്ലാവർക്കും നന്ദി. കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ജനുവരി 11. അപ്പൊ ഇനി അവധി നീട്ടിയെടുക്കും, അങ്ങനെ എന്തും പറഞ്ഞോ? അതിനെപ്പറ്റി പറഞ്ഞില്ല. അവൻ വന്നിങ്ങാട്ടെ നീട്ടി കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കല്യാണത്തിന് ഓൾറെഡി അവൻ ലീവ് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അവൻ വന്നാൽ അത് അവനോട് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കും. പോലീസുകാരുടെ ഒരു സേവനം ഭയങ്കര സപ്പോർട്ടിങ് അല്ലായിരുന്നു. പോലീസ് കുറച്ചൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ബംഗളൂരിലെത്തിയത്. പോലീസുകാർ ഇപ്പോൾ ഇന്നേക്ക് 11 ദിവസമായിട്ട് അവൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതുവരെയുള്ള യാത്ര. ഓരോ ദിവസം കിട്ടുന്ന ന്യൂസ് അങ്ങനെയാണ്. അവർ ഒരു ക്യാമറയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാക്കാൻ 4 മണിക്കൂറോളം സമയം വേണ്ടി വരും. നമ്മളെ അങ്ങനെ ഇടയ്ക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ നിലയ്ക്ക് തന്നെ നിന്നിട്ടുള്ളൂ. അവർ പറയുമ്പോൾ തന്നെ എന്ത് വിവരം കിട്ടിയാലും അങ്ങോട്ടും കൈമാറും, അവർക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെയും കൈമാറാറുണ്ട്. അപ്പോൾ അത് ഒരു അനുകൂലമായിട്ടാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, മോൻ വീട്ടിൽ വന്ന് വഴക്ക് പറയണേ? ഇല്ല, വഴക്ക് പറയില്ല. അയ്യോ, ഒന്നും ഉണ്ട്. അമ്മയോ? എനിക്ക് 2 കൊടുക്കണമെന്നുണ്ട്. കൊടുക്കണ്ട, ന്യൂ ഇയർ തന്നെ കൊടുക്കണ്ട. അത് കൊള്ളാം. അമ്മയ്ക്ക് 2 കൊടുക്കണമെന്നുണ്ടോ? സ്നേഹത്തോടുള്ള ഒരു അടിയായിരിക്കും. അമ്മ ഈസ് ആൾവേസ് അമ്മ, അല്ലേ? സങ്കടം കൊണ്ടുള്ള, സ്നേഹം കൊണ്ടുള്ള ഒരു അടിയാണ്. അത് അമ്മയുടെ വാത്സല്യം അല്ലേ? അത് കൊടുക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. അതെ. ഒരു ചെറിയ 2 അടി കിട്ടേണ്ട ആവശ്യമുണ്ട് വിഷ്ണുവിന്, പ്രത്യേകിച്ച് അമ്മയുടെ കയ്യിൽ നിന്ന്, അല്ലേ? കരയിപ്പിച്ച് കളഞ്ഞില്ല എന്നുള്ളതാണ്, ടെൻഷൻ അടിപ്പിച്ച് കളഞ്ഞു ശരിക്കും വിഷ്ണു. താങ്ക് യു. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒരു ഹാപ്പി ന്യൂ ഇയർ കൂടി ഒന്ന് പറഞ്ഞോളൂ. റിപ്പോർട്ടർ TVയുടെ വക വലിയ സന്തോഷമായിരിക്കും. ഇങ്ങനൊരു പുതുവർഷം അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവില്ല. ഹാപ്പി ന്യൂ ഇയർ. റിപ്പോർട്ടർ മീഡിയാസിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ മീഡിയാസും, പ്രത്യേകിച്ച് റിപ്പോർട്ടർ. തുടക്കം മുതൽ നമ്മൾ ഇതിന്റെ പുറകിലുണ്ട്. തുടക്കം മുതലേ റിപ്പോർട്ടർ ചാനലിലും എല്ലാവരും എൻ്റെ പിന്നാലുണ്ട്. അതിന് നന്ദി, 100,000 നന്ദി. താങ്ക് യു. ഉറങ്ങാൻ പറ്റിയോ? ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. സന്തോഷം കൊണ്ട് കൊണ്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ ഒരു പുതുവത്സര ദിനമായിരിക്കും ഇങ്ങനെ പോകുന്നല്ലേ? തീർച്ചയായിട്ടും സന്തോഷമുള്ളൊരു കാര്യം ആണ്. ഓക്കെ സിനോജ്, എന്തായാലും സന്തോഷമുള്ളൊരു വാർത്ത ഈ വാർത്താ പ്രഭാതത്തിൽ നമുക്ക് പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ കഴിയുകയാണ്. വിഷ്ണുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ബംഗളൂരുവിൽ നിന്നാണ് ഈ വാർത്ത സംപ്രേഷണം ചെയ്ത ആ നിമിഷം മുതൽ, ഈ പ്രശ്നം അറിഞ്ഞപ്പോൾ മുതൽ സിനോജും നമ്മുടെ കോഴിക്കോട് ബ്യൂറോയും ഈ വിഷ്ണുവിൻ്റെ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. വാർത്തകൾ ഇന്ന് നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പോലീസ് നടത്തിയ അന്വേഷണം 11 ദിവസമായി പോലീസ് ഇതിൻ്റെ പിന്നിലാണ്. അത് നമുക്ക് അഭിനന്ദിച്ചേ മതിയാവൂ. കേരള പോലീസ് സൂപ്പറ. അപ്പോൾ വിഷ്ണുവിനെ തിരികെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ വാർത്താ പ്രഭാതത്തിലെ ഏറ്റവും മനോഹരമായ വാർത്ത. ആ അമ്മ പറഞ്ഞത് അങ്ങനെയല്ലേ? നമ്മുടെയൊക്കെ അമ്മമാരാണെങ്കിലും അങ്ങനെ പറയത്തുള്ളൂ. ഒരു ദിവസം ഒന്ന് വൈകിയാൽ, അല്ലെങ്കിൽ 1 മണിക്കൂർ വൈകിയാൽ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ മുഖം കറുത്തിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന അമ്മമാരെ നമുക്ക് കാണാം. അപ്പോഴാണ് 17-ാം തീയതി മുതൽ ഇന്നേ ദിവസം വരെ 13 ദിവസം 14 ദിവസമായിട്ട് സ്വന്തം മോനെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ എത്രമാത്രം തീ തിന്നിട്ടുണ്ടാവും, അല്ലേ? അതുകൊണ്ട് 2 അടി വിഷ്ണുവിന് അമ്മ കൊടുത്താൽ ഒരു തെറ്റുമില്ല. വേദനിപ്പിക്കാതെ കൊടുത്താൽ മതി കേട്ടോ.